നമസ്കാരം. പുതിയ വീഡിയോ SSLC 2026 പരീക്ഷയിലെ ഗ്രേസ് മാർക്കിന്റെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രേസ് മാർക്കിന്റെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞ കമന്റ് ബോക്സിൽ വന്ന സംശയങ്ങൾ എടുത്തിട്ട് ഞാൻ അതിനൊരു മറുപടി ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പം നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ ഇത് ഞാൻ പറയുന്നത് മറുപടി ആധികാരികമാണോ എന്ന് ഉള്ള ഒരു സംശയമാർക്കും വേണ്ട. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഒരു 8 വർഷക്കാലം SSLC സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ക്യാമ്പ് ഓഫീസറായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് ഞാൻ മറുപടികൾ പറയുന്നത്. അപ്പം നമുക്ക് ഓരോ കുട്ടിയും രക്ഷിതാക്കളും ഒക്കെ ഉന്നയിച്ച സംശയങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ സംശയം, വളരെ പ്രധാനപ്പെട്ട സംശയം ഇതായിരുന്നു: ഈ വർഷം എ പ്ലസ് ഒന്നും ആവില്ല, ജയിക്കാൻ വേണ്ടി മാത്രമേ, D+ന് വേണ്ടി മാത്രമേ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഗൂഗിളിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അത്തരത്തിലൊരു സംശയം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ടത്, ഗൂഗിൾ അല്ല, പരീക്ഷാ ഭവന്റെ അറിയിപ്പിൽ ഇന്ന് വരെയും അത്തരത്തിലുള്ള ഒരു അറിയിപ്പും ഇല്ല. ഗ്രേസ് മാർക്കിന്റെ അവസാന സർക്കുലറും വന്നു കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാ സർക്കുലറുകളും കൃത്യമായിട്ട് ഓരോ ഐറ്റത്തിനും ഗ്രേസ് മാർക്കുകൾ തീരുമാനിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഈ പറഞ്ഞ മാതിരി, ഗൂഗിളിൽ പറഞ്ഞ മാതിരി ആണെങ്കിൽ, അല്ലെങ്കിൽ A+ കിട്ടാൻ ആർക്കും അർഹതയില്ലാതെ വരുമല്ലോ. അല്ലെങ്കിൽ ജയിക്കാൻ മാത്രമേ കൊടുക്കുകയുള്ളൂ എങ്കിൽ തോക്കുന്ന കുട്ടികൾക്ക് മാത്രം ഗ്രേസ് മാർക്ക് കിട്ടുന്ന ഒരവസ്ഥ വരുമല്ലോ. ഇത് നമ്മൾ തന്നെ ഇത് ചിന്തിച്ചാൽ മതി, അങ്ങനെയൊക്കെ നടക്കുമെന്ന്. അപ്പോൾ കഴിഞ്ഞ വർഷം എങ്ങനെയാണോ, അതിനാൽ പ്രത്യേക ഒരു അറിയിപ്പും ഇത്തരത്തിലുള്ളത് പരീക്ഷാ ഭവൻ പ്രഖ്യാപിച്ചിട്ടില്ല. പരീക്ഷാ ഭവന്റെ സർക്കുലറിലോ ഉത്തരവിലോ ഒന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ വർഷവും നടക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം എല്ലാ ഗ്രേഡുകാർക്കും D+ മുതൽ A+ വരെ ആവാൻ ഏത് തരത്തിൽപ്പെട്ട ആൾക്കാർക്ക് അതിനൊരു നടപടിക്രമമുണ്ട്. അത് സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത്, അങ്ങനെയുള്ളതുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന ഗ്രേഡുകാർക്ക് എന്നുള്ള ആ ഒരു വ്യത്യാസം ഇല്ല എന്നതാണ് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം. അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സന്തോഷം തരാം. മറ്റത് വളരെ നിരാശയായി പോയി. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട്, എല്ലാ കാറ്റഗറിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. SPCക്കായാലും NCCക്കായാലും സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാറിലേക്ക് പോയാലും ഒക്കെയും തന്നെ നമുക്ക് ഏത് വിഭാഗത്തിൽ കുട്ടികൾ ചെയ്താലും, ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിലേക്ക്, കലോത്സവത്തിന് സ്റ്റേറ്റിൽ പോയി എത്രയധികം പണച്ചെലവും എത്രയധികം ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് എത്രയധികം സമയം മെനക്കെടുത്തിയിട്ടാണ് കുട്ടികൾ പോകുന്നത്. അപ്പോൾ എല്ലാ വിഭാഗങ്ങൾക്കും തന്നെ ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകളും നഷ്ടവും, ഈ സമയനഷ്ടമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഗ്രേസ് മാർക്കിൽ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇതൊന്നും നടക്കാത്ത പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയൊന്നില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി മറ്റൊരു കുട്ടി പറഞ്ഞതാണ്, എൻ്റെ അഭിപ്രായത്തിൽ A+ ആക്കിയിട്ട് മാത്രമേ ബാക്കിയുള്ളവർക്ക് കൊടുക്കാവുള്ളൂ എന്ന്. അതായത് അങ്ങനെയല്ല. അതിപ്പോൾ പരീക്ഷാ ഭവന് ഒരു കൃത്യമായ നടപടിക്രമം ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിലുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളെയും സംബന്ധിച്ച് A+ ആകുന്നവരാവില്ല. അതാണ് അവിടെ പ്രത്യേകത. ചില കുട്ടികൾ C+ ഉള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ സിയിൽ നിന്ന് 2 മാർക്ക് കൂടി കിട്ടിയാൽ C+ ആയി. അതും ആ കുട്ടിയെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. എല്ലാവരെയും സംബന്ധിച്ച് A+ വലിയ കാര്യമല്ല. ചിലരെ സംബന്ധിച്ച് C+ വലുതായിരിക്കും, D+ പോലും വലുതായിരിക്കും, അല്ലെ B+Aയിൽ എത്തുന്നത് തന്നെ വലിയ കാര്യമായിട്ട് കാണുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം നമുക്ക് പറയാം, ആർക്കും, എനിക്കും പറയാം, കുട്ടികൾക്കും പറയാം, രക്ഷിതാക്കൾക്കൊക്കെ അഭിപ്രായം പറയാം. പക്ഷേ ആ അഭിപ്രായങ്ങളൊന്നും നമ്മൾ പരീക്ഷാവന്റെ ആ നടപടിയിൽ അവര് നമ്മുടെ അഭിപ്രായങ്ങളൊന്നും എടുക്കുന്നതല്ല. ഇനി മറ്റൊരു ചോദ്യം ഇതായിരുന്നു: ഒന്നിനും ഇല്ലാത്തവർ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. അതിന്റെ
ഔദ്യോഗിക മറുപടി എന്താന്ന് വെച്ചാൽ ഒന്നിനും ഇല്ലാത്തവർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ പഠിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവും എന്നാണ്. ഇത്തരത്തില് മറ്റ് ഓരോ പിന്നെ SPCO NCCO പോലെ സ്കൗട്ട് ആൻഡ് ഗൈഡോ ഒക്കെ പോലത്തെ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ പഠിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവര് അല്ലാതെ തന്നെ പഠിക്കും, അല്ലാതെ തന്നെ അവർക്ക് ഈ ഗ്രേസ് മാർക്ക് ഒന്നും ഇല്ലാതെ തന്നെ മാർക്ക് കിട്ടും എന്നാണ് ഒരു സങ്കല്പം. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ പറയാൻ കഴിയുള്ളൂ. മറ്റൊന്ന്, ഓർ ചോദ്യം എഴുതിയാൽ നമുക്കറിയാം ഓർ ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ 10ാമത്തെ ചോദ്യം 2 ഓപ്ഷൻ ഉണ്ട്, എയോ ബിയോ എഴുതിയാൽ മതി എന്നായിരിക്കും. അത്തരത്തിൽ എയോ ബിയോ ഓപ്ഷൻ വെച്ച് ഉത്തരങ്ങൾ എഴുതിയാൽ 2 ഉത്തരങ്ങളും നോക്കും. ചില സന്ദർഭത്തിൽ ഒരു ചോദ്യത്തിന് ABC എന്നിങ്ങനെ ഉപചോദ്യം ഉണ്ടാവും. ABC ഓരോ മാർക്കായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആദ്യത്തേതിൽ 3 എണ്ണവും എഴുതി, രണ്ടാമത്തേതിൽ 2 എണ്ണം എഴുതാൻ കഴിഞ്ഞുള്ളൂവെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഓപ്ഷനാണ് നമ്മൾ ടീച്ചേഴ്സ് വാല്യുവേഷൻ ക്യാമ്പിൽ പരിഗണിക്കുക. രണ്ടും എഴുതാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും കുട്ടികൾക്കുണ്ട്. അത് കൃത്യമായിട്ട് നോക്കുന്ന അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ അത് രണ്ടും പരിശോധിക്കും. രണ്ടിനും തുല്യ മാർക്കാണ് കിട്ടിയെങ്കിൽ ആ ചോദ്യത്തിന്റെ മാർക്ക്, ഇപ്പോൾ 10ാമത്തെ ചോദ്യത്തിന് ആ ഫുൾ മാർക്ക് എത്രയാണ്, ആ മാർക്ക് എത്രയാണോ അത് തരുന്നതായിരിക്കും. അപ്പോൾ ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് വെറുതെ എഴുതണമെന്നില്ല. 100% ശരി എന്ന് തോന്നാൽ 2 ഉത്തരം രണ്ട് ഓപ്ഷൻ രണ്ടും എഴുതുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് സമയനഷ്ടം വരും. അപ്പോൾ ആ സമയനഷ്ടം നമ്മൾ ഒഴിവാക്കണം. മറ്റ് ചോദ്യത്തെ അത് ബാധിച്ചുകൂടായില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു 10 മിനിറ്റ് ഒക്കെ സമയം ബാക്കി കിട്ടിയാൽ മാത്രം അത്തരത്തിലുള്ള ചിന്തയിലേക്ക് പോയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. 2 ഓപ്ഷനും എഴുതുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ നിയമം. നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഓപ്ഷൻ ഏതാണോ ആ മാർക്ക് നമ്മൾ പരീക്ഷ, അതായത് SLC പരീക്ഷ വാല്യുവേഷനിലെ ഉത്തര പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ ടാബുലേഷൻ കോളംസ് ഉണ്ട്. ആ ടാബുലേഷൻ കോളംസിലേക്ക് അത് എടുത്തെഴുതുകയുള്ളൂ. ഓക്കെ. ഇനി മറ്റൊരു കുട്ടിയുടെ സംശയം ഇതായിരുന്നു, 9ാം ക്ലാസ്സിൽ സ്റ്റേറ്റിൽ പോയി എ ഗ്രേഡ് കിട്ടി, 10ാം ക്ലാസ്സിൽ ജില്ലയിൽ എ ഗ്രേഡ് വാങ്ങിയാൽ പോരെ, സ്റ്റേറ്റിൽ പോകണമെന്നുണ്ടോ? ഇല്ല. 8, 9, 10 ഏതെങ്കിലും വിഷയത്തിൽ സ്റ്റേറ്റിൽ പോയി ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലെ കുട്ടി 10ാം ക്ലാസ്സിൽ ജില്ലയിൽ എ ഗ്രേഡ് വാങ്ങിയാൽ മതി. ജില്ലയിൽ പങ്കെടുക്കുകയും എ ഗ്രേഡ് വാങ്ങുകയും ചെയ്താൽ മതി. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ കോഡ് എഴുതിയിട്ടില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചോദ്യത്തിനൊരു കോഡുണ്ട്. ആ ചോദ്യത്തിനൊരു കോഡ് എഴുതാൻ അവിടെ കോളും ഉണ്ട് ഈ SLCയുടെ ഫ്രണ്ട് പേജിൽ. പക്ഷേ ആരും അത് എഴുതാറില്ല. അതുകൊണ്ട് ആ കുട്ടികൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കോഡ് എഴുതണമെന്ന് എവിടെയും നിർബന്ധമായിട്ട് പറയുന്നില്ല. നമ്മൾ പരീക്ഷയുടെ പേര് എഴുതുന്ന പരീക്ഷ ഏത് വിഷയമാണെന്നും എഴുതുന്നുണ്ട്, അത്രയേ ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ രജിസ്റ്റർ നമ്പർ അക്കത്തിലും അക്ഷരത്തിലും എഴുതണം. പിന്നെ അഡീഷണൽ ഷീറ്റ് യൂസ്ഡ്, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ചോദ്യപേപ്പറിലെ കോഡ് നമ്പർ, ചോദ്യപേപ്പറിന്റെ കോഡ് നമ്പർ എവിടെയും എഴുതണമെന്നില്ല. എഴുതിയവരുണ്ട്, എഴുതേണ്ട ആവശ്യമില്ല എന്നാണ് അതിൻ്റെ മറുപടി. കലോത്സവം 3 ഐറ്റം വരെ ഡിസ്ട്രിക്റ്റിൽ പോയി, അതാണ്. സ്റ്റേറ്റിൽ പോയില്ല. സ്റ്റേറ്റിൽ പോകുന്നതിന് പകരം നമ്മൾ ചോദ്യം ഇതാണ്, കലോത്സവത്തിൽ 3 ഐറ്റം ജില്ലയിൽ പോയി. അപ്പൊ സബ് ജില്ലയിൽ നിന്ന് വിജയിച്ചിട്ട് സബ് ജില്ലയിലെ ടോപ്പ് മാർക്ക് കിട്ടിയ കുട്ടിയായിരിക്കുമല്ലോ ജില്ലയിലേക്ക് പോകുന്നത്. അങ്ങനെ ജില്ലയിൽ പോയാൽ എന്തെങ്കിലും ഗ്രേസ് മാർക്ക് ഉണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. സ്റ്റേറ്റിൽ പങ്കെടുത്താൽ മാത്രമേ ഗ്രേസ് മാർക്ക് ഉള്ളൂ. ടെക്നിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാവുമോ? സാധാരണഗതിയിൽ ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാറില്ല ഈ ടാബുലേഷനിലോ വാല്യുവേഷനിലോ ഒന്നും തന്നെ. നിങ്ങൾക്ക് അത്തരത്തിൽ ആർക്കെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ, എനിക്കിത് കിട്ടിയാൽ പോരല്ലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ നമുക്ക് ആ പേപ്പറിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ പേപ്പർ റീവാല്യുവേഷന് കൊടുക്കാനുള്ള അവകാശവും നമുക്കുണ്ട്. അത് ആ സമയത്ത് ഞാൻ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം. ഇനി മാത്സിന്റെ പേപ്പർ ലിബറൽ ആവുമോ? അപ്പം ഈ മാത്തമാറ്റിക്സിനെ പറ്റി പറയുമ്പോൾ മാത്സിൽ ഈ മോഡൽ എക്സാം എഴുതിയപ്പോൾ 10-15 പേപ്പർ ഉണ്ടായിരുന്നു. നിങ്ങൾ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തവരെ മനസ്സിലായിട്ടുണ്ടാവും. 10-15 ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ. അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടായ ഒരു ആകാംക്ഷ എന്തായിരുന്നു വെച്ചാൽ, ഈ 15 ഇത്രയും ക്വസ്റ്റ്യൻസ് വായിച്ചെടുക്കാൻ തന്നെ 2.5 മണിക്കൂർ വേണമല്ലോ, ഇതൊന്നും ചെയ്യാനുള്ള നേരം ഇല്ലല്ലോ എന്ന്. പക്ഷെ അത്
നമ്മൾ ചോദ്യത്തിലേക്ക് യഥാർത്ഥ പബ്ലിക് എക്സാമിലേക്ക് വന്നപ്പോൾ വളരെ ചിട്ടയായിട്ട് ഒരു 3-4 പേപ്പറിൽ തന്നെ ആ ചോദ്യങ്ങൾ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ കൃത്യമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത പേപ്പർ എന്നാണ് മാത്സിനെ പറ്റി പൊതുവെയുള്ള ഒരു നിരീക്ഷണം. ലിബറൽ എന്ന് പറയുന്ന ഒരു സാധനം ഒന്നിലും ഇല്ല സത്യത്തിൽ. ഏതാണ് ഈ ലിബറൽ എന്ന് പറയുന്നത്? നമുക്ക് പരീക്ഷാ ഭവന്റെ സ്കീം ഫൈനലൈസേഷൻ കഴിഞ്ഞിട്ട്, അതായത് ഉത്തര സൂചികകൾ ഉണ്ടാക്കാൻ കേരളത്തിലെ എല്ലാ സീനിയർ അധ്യാപകരും, ആ വിഷയം പഠിപ്പിക്കുന്ന സീനിയർ അധ്യാപകർ കൂടിയിരുന്നതിന് ശേഷമാണ് ചോദ്യകർത്താവും ഉണ്ടാവും ഇതിൻ്റെ ഉത്തര സൂചികകൾ ഉണ്ടാക്കുന്നത്. ആ ഉത്തര സൂചികകളുടെ അടിസ്ഥാനത്തിൽ ആ പേപ്പർ നോക്കുന്നത്. ഇന്ന ചോദ്യം ഇന്നത് എഴുതിയിട്ടുണ്ട് ഇത്ര മാർക്ക്, ഇന്നത് എഴുതിയിട്ടുണ്ട് ഇത്ര മാർക്ക്, ഇന്നത് എഴുതിയിട്ടുണ്ട് ഇത്ര മാർക്ക് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ നമ്മൾ ശരിക്കും മാത്സിൽ 70 മാർക്കാണ് എഴുത്ത് പരീക്ഷയിൽ വേണ്ടത്. ഓൾറെഡി 20 സി കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ 70, 20, 90, 70 വേണം. അത് പിന്നെ ഒരു 68 വന്നാൽ ആ ടീച്ചർ സ്വാഭാവികമായിട്ടും ഒരു ഒരു ആനുകൂല്യം എന്നുള്ള നിലയ്ക്ക് 1-1.5 മാർക്കൊക്കെ കൂട്ടിയിട്ട് അത് 70 ആക്കും. അത് നമ്മൾ ടീച്ചേഴ്സിൻ്റെ ഒരു മനസ്സാണ്. അപ്പോൾ അങ്ങനെ മാത്രമേ ഉണ്ടാവും. അല്ലാതെ നേരെ എന്ന് പറയാണ് മാത്സിന് കംപ്ലീറ്റ് ലിബറലായിട്ട് നോക്കണമെന്നൊന്നും പറയാറുമില്ല, ഇന്നുവരെ പറഞ്ഞിട്ടുമില്ല. ഇനി എല്ലാ വിഷയങ്ങളിലും പാസ്സായാൽ ഗ്രേസ് കൊടുത്ത് A+ കിട്ടുമോ? എല്ലാ വിഷയങ്ങളിലും പാസ്സായാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കണം. നമുക്ക് D+ ഉണ്ട് എന്നാണ്. മിനിമം പാസ് എന്ന് പറയുന്നത് D+. അപ്പോൾ എല്ലാ വിഷയങ്ങളിലും പാസ്സായാൽ ഗ്രേസ് കൊടുത്ത് A+ കിട്ടുമോ എന്നാണ്. A+ കിട്ടാം, കിട്ടാതിരിക്കാം. A+നോട് അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും മാർക്ക് കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇത് കുട്ടിക്ക് ആ മാർക്ക് കൊടുത്ത്, ഇപ്പോൾ A+ കിട്ടാൻ 3 മാർക്കാണ് കുറവ്, ആ 3 മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് കിട്ടും. പക്ഷെ വലിയ ഡിഫറൻസ് ആകുമ്പോൾ അത് അങ്ങനെ കിട്ടില്ല, വേറെ വിഷയത്തിനായിരിക്കും കിട്ടുക. അതാണ് അതിൻ്റെ വ്യത്യാസം. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഇത് കൊടുക്കുന്ന വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യാം, അപ്പം മനസ്സിലാവും. ഇംഗ്ലീഷ് മീഡിയത്തിന് പ്രത്യേക പരിഗണനയുണ്ടോ? ഒരു പരിഗണനയില്ല. ഇംഗ്ലീഷ് ആയാലും മലയാളം മീഡിയം ആയാലും ഇംഗ്ലീഷ് മീഡിയം ആയാലും ശരി, ഈ കുട്ടികൾക്കൊന്നും തന്നെ ഒരു പരിഗണനയും ഇല്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ ഇംഗ്ലീഷ് മീഡിയം ഒരു ദിവസം നോക്കുന്ന പേപ്പറിൽ ചിലപ്പോൾ 6 മലയാളം മീഡിയവും ചിലപ്പോൾ 6 ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. ഉത്തരം സെയിം ആയിരിക്കണം. ഏത് പേപ്പർ ആയാലും ശരി, ഈ വാല്യൂ പോയിന്റ്സ്, അതായത് ഉത്തരങ്ങൾ കൃത്യമായിട്ടുണ്ടായിരിക്കണം. അതായത് നമുക്ക് ഉത്തര സൂചിക കൃത്യമായിട്ട് ഇതുപോലെയുള്ള ചർച്ചകൾ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കുന്നുണ്ട്, അത് പ്രിന്റ് ചെയ്ത് അധ്യാപകർക്ക് കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സീനിയർ അധ്യാപകർ, ബന്ധപ്പെട്ട വിഷയം പഠിപ്പിക്കുന്ന സീനിയർ അധ്യാപകരൊക്കെ കൂടിയിരുന്ന്, അതിന് സ്കീം ഫൈനലൈസേഷൻ എന്നാ പറയുക, കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഒരു കെട്ട് പേപ്പർ അവിടുന്ന് നോക്കും. അപ്പം നോക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഉത്തരങ്ങൾ അവിടെ കുട്ടികൾ എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് പല പല ഉത്തരങ്ങൾ ഒരു ചോദ്യത്തിന് തന്നെ ഉണ്ടാവും. ഇതെല്ലാം വെച്ചിട്ട് ഒരു ഉത്തര സൂചിക ഉണ്ടാക്കും. ആ സൂചികയുടെ ഒരു പകർപ്പ് എല്ലാ അധ്യാപകർക്കും എടുത്തു കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. അല്ലാതെ ഒരു അധ്യാപകന് യുക്തം പോലെ ചെയ്യാൻ കഴിയില്ല. USS, NMS, LSS ഗ്രേസ് മാർക്ക് ഉണ്ടോ? ഈ ഒരു വിഭാഗത്തിനും USSന് ഗ്രേസ് മാർക്ക് ഇല്ല, NMMSന് ഗ്രേസ് മാർക്ക് ഇല്ല, LSSന് ഗ്രേസ് മാർക്ക് ഇല്ല. ഇത് +2 ഈക്വൽ +2 അഡ്മിഷൻ സമയത്ത് തുല്യ മാർക്ക് വരുമ്പോൾ ഒരു പരിഗണന അവിടെ കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്ക് ആർക്കും തന്നെ ഗ്രേസ് മാർക്ക് ഇല്ല. വെറുതെ ആരോ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഗൈഡ്സിന് 10 മാർക്കാണോ 12 മാർക്കാണോ? ഗൈഡ്സിന്റെ മാർക്ക് തുടങ്ങുന്നത് തന്നെ 18-ലാണ്. സാധാരണ രാജ്യപുരസ്കാർ കിട്ടാത്ത പരീക്ഷ എഴുതാത്ത കുട്ടികൾക്കൊക്കെ തന്നെ 18 മാർക്കാണ് ഗൈഡ്സിൽ കിട്ടുക. രാജ്യപുരസ്കാർ കിട്ടിയവർക്ക് 20-ഉം രാഷ്ട്രപതി കിട്ടിയവർക്ക് 25-ഉമാണ്. IT-യിൽ ഗ്രേസ് മാർക്ക് കിട്ടുമോ? IT-യിലും കിട്ടാം ഗ്രേസ് മാർക്ക്. അതായത് IT-യിലും ഗ്രേസ് മാർക്ക് കിട്ടാവുന്നതാണ്. ആ മാർക്കിന്റെ ലെവലിൽ പോയിരിക്കും. JRCക്ക് എത്രയാ ഗ്രേസ്? ഞാൻ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു വീഡിയോ ഇട്ടാൽ നിങ്ങളത് മുഴുവൻ കാണുകയും കേൾക്കുകയും ചെയ്യണം. എന്നതിന് ശേഷം പിന്നെ സംശയം ചോദിക്കും. ഏറ്റവും ആദ്യം ഞാൻ ഇട്ടതിൽ ഏറ്റവും ആദ്യം ലിസ്റ്റാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് JRC. പക്ഷെ ഞാൻ എഴുതിയത് ജൂനിയർ റെഡ് ക്രോസ് എന്നാണ്. ജൂനിയർ റെഡ് ക്രോസ് എന്നാണോ JRC എന്ന് പറഞ്ഞാൽ അതാണെന്ന് മനസ്സിലാക്കാത്തവരുണ്ടെന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലായത്. JRCക്ക് എത്ര മാർക്കാണ്? 10 മാർക്കാണ്. ഗ്രേസും സിയും ഡിഫറൻ്റ് അല്ലേ? ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നു, സി മാർക്ക് എന്ന് പറയുന്നു വേറെ വേറെ തന്നെയാണ്. ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇത്തരം വിഭാഗങ്ങളിൽ കിട്ടുന്ന സമയനഷ്ടം, പരിശീലനം കിട്ടി
SPC, NCC, ഗൈഡ്സ് എന്നിവരിൽ അവർക്ക് പങ്കാളിത്തം കൊണ്ട് കിട്ടുന്ന ഒരു മാർക്കാണ്. അങ്ങനെ കുറേ സമയനഷ്ടം ഉണ്ടാവുന്നത് കൊണ്ട് കൊടുക്കുന്ന ഒരു മാർക്കാണ് ഈ ഗ്രേസ് എന്ന് പറയും. സി എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും, അതായത് ചെറിയ വിഷയങ്ങൾക്ക് 10 മാർക്കും വലിയ വിഷയങ്ങൾക്ക് 20 മാർക്കും, അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നാണ് ഈ സിയുടെ പൂർണ്ണരൂപം. അതായത് മലയാളത്തിൽ നിരന്തര മൂല്യനിർണ്ണയം എന്ന് പറയും. സത്യത്തിൽ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഇത് ഫുള്ള് കൊടുക്കുകയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു മാർക്ക് പോലും കുറയ്ക്കുന്നില്ല. ഈ കുറച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോ, ഞാൻ മറുപടി പറഞ്ഞുതരാം. ആർക്കും കുറയ്ക്കുന്നില്ല. 10 മാർക്ക് ഉള്ളവർക്ക് 10 ഫുള്ള്, 20 ഉള്ള വിഷയങ്ങൾക്ക് 20 ഫുള്ള്, കുറയ്ക്കാറേയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ചുരുക്കി പറഞ്ഞാൽ വെറുതെ 20 മാർക്ക് കിട്ടിയിട്ട് ആ വലിയ പരീക്ഷ എഴുതുന്നൊക്കെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇനി നമ്പർ മാറി എഴുതി മാർക്ക് കിട്ടുമോ? കുട്ടി ചോദ്യത്തിന് നമ്പർ മാറി എഴുതി, സ്വാഭാവികമായിട്ട് ആ ടീച്ചർ നോക്കുമ്പോൾ ആ ഉത്തരം കാണുമ്പോൾ അത് ചോദ്യം ഏതാണെന്ന് ടീച്ചർ ഒന്ന് പരിശോധിക്കും. അപ്പോൾ ടീച്ചർ അവിടെ സ്വന്തമായിട്ട് ഒരു ചോദ്യ നമ്പർ, അത് യഥാർത്ഥ ചോദ്യ നമ്പർ കൊടുക്കാനാണ് സാധ്യത. അടുത്തത്, മാത്സിൽ 50 കിട്ടി, 20 സിയും കിട്ടി, JRC 10 കൂട്ടിയാൽ എന്നൊരു ചോദ്യം ചോദിച്ച ഒരാൾ. 50ഉം 20ഉം 10ഉം 80ആയി. അപ്പോൾ 80 100ൽ എത്ര കിട്ടിയാൽ A ഗ്രേഡായി. പക്ഷേ ഇങ്ങനെ കൊടുക്കണമെങ്കിൽ JRCയുടെ 10 മാർക്ക് ഒരു വിഷയത്തിന് മാത്രമായി കൊടുക്കണമെങ്കിൽ ബാക്കി എല്ലാ വിഷയങ്ങളും അങ്ങനെയുള്ളതായിരിക്കണം, എന്നാലേ അങ്ങനെ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടില്ല. അടുത്തത്, ജൂഡോ അസോസിയേഷൻ നടത്തുന്ന മത്സരങ്ങളുണ്ട്. അങ്ങനെ അവർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടോന്ന്? അത് ഈ പല മത്സരങ്ങളും അസോസിയേഷൻ നടക്കുന്ന മത്സരങ്ങളുണ്ട്. ജൂഡോ അസോസിയേഷൻ ഉണ്ട്, കരാട്ടെ ഉണ്ട്, കുങ്ഫു ഉണ്ട്. ഇപ്പം ഇത്തരത്തിൽ അതൊരു സംഘടനകളാണ്. അത്തരത്തിലുള്ള അസോസിയേഷൻ നടത്തുന്ന ഇതിന് ഗ്രേസ് മാർക്കില്ല. എന്നാൽ ചില സ്പോർട്സിൻ്റെ ചില ഇനങ്ങൾ സംസ്ഥാന മേളയിൽ, കായിക മേളയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവയ്ക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. അഡീഷൻ ഷീറ്റിൽ നമ്പർ എഴുതിയില്ല. അഡീഷൻ ഷീറ്റിൽ നമ്പർ എഴുതണമെന്നില്ല. എന്തുകൊണ്ടാണ് എഴുതാൻ പറയുന്നത് എന്ന് വെച്ചാൽ, അത് ഈ തുന്നിക്കെട്ടിയ പേപ്പറിൻ്റെ കെട്ടഴിഞ്ഞ വല്ലതും പോയാൽ, കെട്ടഴിഞ്ഞ് പോയാൽ അഡീഷൻ ഷീറ്റ് ആരുടെയാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് എല്ലാ അഡീഷൻ ഷീറ്റിലും നമ്പർ എഴുതണം എന്ന് പറയുന്നത്. ഇനി അതൊന്നും എഴുതിയില്ല എന്ന് വെച്ചിട്ട് നല്ലപോലെ കെട്ടിയാണ് നമ്മൾ കൊടുത്തതെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. അടുത്തത്, SPC ഉണ്ട്, സ്റ്റേറ്റിലെ യൂത്ത് ഫെസ്റ്റിവലിന് എയും ഉണ്ട്. ഏത് കണക്ക് കൂട്ടും? അത് രണ്ടും തുല്യമായാൽ എന്താണ്? രണ്ടിനും 20 മാർക്കാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് കൂട്ടും, അത്രയും പറയാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ കൂടുതലുള്ളതാണ് പരിഗണിക്കുക. അപ്പോൾ ഈക്വൽ വന്നാൽ അങ്ങനെയാണ്. ഹിന്ദി 27, മാത്സ് 40. ആദ്യം ഗ്രേസ് മാർക്ക് ആർക്ക് കൊടുക്കും? ഹിന്ദി 27ആണ്, മാത്സ് 40. മാത്സിന് അടുത്ത ഗ്രേഡ് കിട്ടണമെങ്കിൽ 40 50 ആകണം, അതായത് 10 മാർക്ക് കൊടുക്കണം. ഹിന്ദിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ വിഷയമാണ്. 27 എന്നുള്ളത് 30 ആയാൽ അടുത്ത ഗ്രേഡായി, A ഗ്രേഡ് ആവും. അപ്പോൾ ആദ്യം അടുത്ത ഗ്രേഡിലേക്ക് ചാടാൻ കുറഞ്ഞ മാർക്ക് കൊടുക്കുന്നത് ഹിന്ദിക്കായ വേണ്ടത്. 3 മാർക്ക് കൊടുത്താൽ അടുത്ത ഗ്രേഡായി. അപ്പോൾ ഹിന്ദിക്കാണ് ആദ്യം, ഈ 27 കിട്ടിയ ഹിന്ദിക്കായിരിക്കും അവിടെ ഗ്രേസ് മാർക്ക് ആദ്യം കൊടുക്കുക. ഗ്രേസ് മാർക്ക് 40% ഡിസബിലിറ്റി ഉള്ളവർക്ക് കൊടുക്കും പോലും. അങ്ങനെ ഒരാൾ, അതൊരു തെറ്റിദ്ധാരണയാണ്. എല്ലാവർക്കും ഗ്രേസ് മാർക്ക്, ഡിസബിലിറ്റി ഉള്ള എല്ലാവർക്കും ഗ്രേസ് മാർക്ക് ഇല്ല. കാഴ്ച പരിമിതി ഉള്ളവർക്ക് ചില ആനുകൂല്യങ്ങളുണ്ട്. അതായത് ചിത്രം വരയ്ക്കുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കും. അവർക്ക് കിട്ടിയ മാർക്കിൻ്റെ 25% അഡീഷണലായിട്ട് കൊടുക്കുക ചെയ്യും. ചിത്രം വരയ്ക്കേണ്ട, അത് ഉത്തരവ് വേണം. ആ ഉത്തരവ് ഒക്കെ മുകളിൽ, പേപ്പറിൻ്റെ മുകളിൽ എഴുതുകയും ചെയ്യും. പിന്നെ MR വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. അതൊക്കെ നേരത്തെ ഉത്തരവായി വരുന്നതാണ്. എന്നാൽ പിന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പോലുള്ള ആൾക്കാർക്ക് സമയം, എക്സ്ട്രാ ടൈം പരീക്ഷ എഴുതാൻ കൊടുക്കുമെന്നല്ലാതെ ഗ്രേസ് മാർക്ക് കൊടുക്കാറില്ല. പിന്നെ ചോദ്യം വായിച്ച് മനസ്സിലാക്കാത്ത കുട്ടികളുണ്ട്. അവർക്ക് ഇന്റർപ്രിറ്റർ എന്ന് പറയുന്ന ഒരു അധ്യാപകനെ നിയമിക്കും, ചോദ്യം വായിച്ച് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ പല വിഭാഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചില വിഭാഗങ്ങൾക്ക് എക്സ്ട്രാ ടൈമാണ് പരീക്ഷയ്ക്ക് കൊടുക്കുക, ചില വിഭാഗങ്ങൾക്ക് പിന്നെ നമ്മുടെ സ്ക്രൈബിനെ ആയിരിക്കും കൊടുക്കുക. എന്നാൽ സ്ക്രൈബും ഈ പിന്നെ മാർക്കും കൊടുക്കുന്ന, ഗ്രേസ് മാർക്കും കൊടുക്കുന്ന വിഭാഗങ്ങളും ഉണ്ട്. അത് മൊത്തം ഇപ്പോൾ പറയാൻ പറ്റില്ല, ഒരുപാട് ഉള്ളതാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
മറ്റൊരു ചോദ്യം, എക്സാം പേപ്പറിൽ ജയിപ്പിച്ചു തരണേ എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടോന്ന്? സാധാരണഗതിയിൽ കുഴപ്പമില്ല. നമുക്ക് നിർദ്ദേശങ്ങളിൽ അങ്ങനെയൊന്നും എഴുതരുതെന്ന് പറഞ്ഞെങ്കിലും പല പേപ്പറുകളിലും പല കുട്ടികളും ഇത്തരത്തിലുള്ള അപേക്ഷകൾ എഴുതാറുണ്ട്. അത് പിന്നെ ടീച്ചർ അങ്ങനെ നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ലെങ്കിലും പരമാവധി ശ്രദ്ധിക്കും, ഒന്ന് മാർക്ക് കൊടുത്ത് കുട്ടിയെ ഒന്ന് ജയിപ്പിക്കാൻ പറ്റുമെന്ന് ടീച്ചർമാരൊക്കെ ശ്രമിക്കാറുണ്ട് എപ്പോഴും, ഏതെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്തിട്ട്. പക്ഷെ ഇങ്ങനെ ഒരു അപേക്ഷ എഴുതിയത് കൊണ്ട് അതൊരു ശിക്ഷണ നടപടിയോ അത്തരത്തിലൊന്നും ഉണ്ടാവില്ല. കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ ഭാഗത്താണ് എല്ലാവരും, അതുകൊണ്ട് അത്തരത്തിലൊരു പ്രശ്നം എഴുതിയാലും ഉണ്ടാവാറില്ല. എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്തു, അരമാർക്ക് വീതം കിട്ടുമോ? ഒരു ചോദ്യത്തിൽ ഒരു പ്രസക്തിയില്ല. കാരണം എല്ലാ ചോദ്യങ്ങൾ എഴുതിയാലും ഉത്തരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അരമാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ എല്ലാ ചോദ്യവും ഞാൻ അറ്റൻഡ് ചെയ്തു എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാലൊന്നും അര വീതമൊന്നും കിട്ടില്ല. നമ്പർ തെറ്റിയാൽ അല്ലെ ഇട്ടിട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടുമോ? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്പർ ഇട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ടീച്ചർമാര് ആ ഉത്തരം നല്ല ഉത്തരമാണെങ്കിൽ ശ്രദ്ധിച്ച് ഒന്ന് ചെയ്യും, അത്രയേ ഉള്ളൂ. അവർ ആ നമ്പർ ഇട്ട് കൊടുത്തിട്ട് മാർക്ക് ഇട്ട് കൊടുക്കുന്നവരെ ആദ്യവും കാണുന്നത്. മാത്സിന് 62 മാർക്ക്, ബാക്കി എല്ലാ വിഷയത്തിനും A+ കിട്ടി. JRC ആണ് കുട്ടി. അപ്പോൾ JRCക്ക് നമുക്കറിയാം 10 മാർക്കാണ് ഗ്രേസ് മാർക്ക് ഉള്ളത്. അപ്പോൾ മാത്സിന് 62 കിട്ടിയാൽ ബാക്കി ഫുള്ള് വിഷയങ്ങൾക്ക് A+ ഉണ്ടെങ്കിൽ JRCയുടെ 10 ഈ മാത്സിന് കൊടുക്കുമെന്ന് കൊടുക്കും. മാത്സിന് ഫുള്ളായിട്ടും കൊടുക്കും. ശരിക്കും എത്ര മതി? 70 മതി. അപ്പോൾ 8 മാർക്ക് 10ഉം വേണ്ട, 8 മാർക്ക് മതി. ഇനി 9ാം ക്ലാസ്സിൽ ജില്ലയിൽ പോയി A ഗ്രേഡ് മേടിച്ചു. പക്ഷെ കാര്യമില്ല, സംസ്ഥാനത്ത് പോകണം. അടുത്ത ചോദ്യം, നെക്സ്റ്റ് SLC മിനിമം മാർക്ക് എങ്ങനെയാണ്? അടുത്ത ഈ വർഷം വരെയാണ് 30 ഇങ്ങനെ വരുന്നത്. അടുത്ത വർഷം മുതൽ എഴുത്ത് പരീക്ഷയ്ക്ക് 30% വേണമെന്നാണ് നമ്മൾ താൽക്കാലികമായിട്ട് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അതൊക്കെ അടുത്ത ഗവൺമെന്റ് ഒക്കെ വന്നതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ. ആ വർഷം അങ്ങനെയാണ് അത് തീരുമാനം വരിക. ഇപ്പോൾ അതിനെക്കുറിച്ച് മറുപടി പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഇതുപോലെ തന്നെ പോകാം, ചിലപ്പോൾ ചില എഴുത്ത് പരീക്ഷയ്ക്ക് ഇത്ര വേണമെന്ന് മാറ്റം വരുത്താം. അടുത്ത ചോദ്യം, 4 വിഷയം A കിട്ടി, A+ ആക്കുമോ? 4 വിഷയം A കിട്ടിയിട്ട് A+ ആകാൻ മാർക്ക്, ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുമ്പോൾ A+ ആകുമെങ്കിൽ 4 വിഷയത്തിനും A+ ആവും. എത്ര വിഷയങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടും? അങ്ങനത്തെ കണക്കൊന്നുമില്ല. എത്ര വിഷയങ്ങൾക്കോ എല്ലാ വിഷയങ്ങൾക്കും ഗ്രേസ് മാർക്ക് കിട്ടാം. പാസ്സാകാൻ 5 മാർക്കും 10 മാർക്കും പോരെ? ചെറിയ വിഷയങ്ങൾക്ക് 5ഉം വലിയ വിഷയങ്ങൾക്ക് 10 മാർക്കും എഴുത്ത് പരീക്ഷയിൽ പോരെ? മതി. ചെറിയ വിഷയങ്ങൾക്ക്, അതായത് 40 മാർക്കിന്റെ വിഷയങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ 5 മാർക്ക് കിട്ടിയ കുട്ടി പാസ്സായി. വലിയ പരീക്ഷയാണെങ്കിൽ 10 മാർക്ക് കിട്ടിയാൽ എഴുത്ത് പരീക്ഷയിൽ 80ൽ 10 കിട്ടിയാലും പാസ്സായി. അടുത്ത ചോദ്യം, ഏത് വിഷയത്തിനാണ് ഗ്രേസ് മാർക്ക് എന്നറിയാൻ എന്ത് ചെയ്യണം? ഗ്രേസ് മാർക്ക് ഏത് വിഷയത്തിനാണ് കിട്ടിയെന്ന് നമ്മൾ അറിയാൻ പ്രത്യേകിച്ച് മാർഗം ഇല്ല. ഒന്നുകിൽ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. ആൻസർ പേപ്പറിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ ഇതും അതും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അപ്പോഴും നമ്മൾ എല്ലാ വിഷയത്തിൻ്റെയും എടുക്കേണ്ടി വരും ആൻസർ പേപ്പർ. 100 രൂപയാണ് ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതിന്. ആൻസർ പേപ്പറിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അയച്ചു കൊടുക്കുന്നതിന് 100 രൂപയാണ്. അത്തരത്തിൽ ചെയ്താൽ നമുക്ക് മാർക്ക് അറിയാൻ പറ്റും. മാർക്കല്ല, ഏത് വിഷയത്തിനാണ് ഗ്രേസ് മാർക്ക് കിട്ടിയത് എന്നറിയാൻ പറ്റും. സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ദ്വിതീയ സോപാൻ വരെ ചെയ്തിട്ടുള്ളൂ, ഗ്രേസ് മാർക്ക് കിട്ടുമോ? ഔദ്യോഗികമായിട്ട് ഉത്തരം പറയുമ്പോൾ തൃതീയ സോപാൻ പരീക്ഷ എഴുതിയിരിക്കണം എന്നാണ്. ദ്വിതീയ സോപാന് കിട്ടാറില്ല. എന്നാൽ പോലും നിങ്ങളുടെ ടീച്ചേഴ്സ് ഇയാൾക്ക് 80% അറ്റൻഡൻസ് ഉണ്ട് എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് അനൗദ്യോഗികമായി കൊടുത്താൽ അവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടാം. 63 അല്ലെ 63 65 കിട്ടിയ കുട്ടിക്ക് SPC കൂട്ടിയിട്ട് A+ ആക്കുമോ? ബാക്കിയുള്ള വിഷയം ഓക്കെ ആണെങ്കിൽ A+ ആയി. SPCയിൽ 20 മാർക്കാണല്ലോ, കിട്ടും. മലയാളം വിഷയത്തെ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് പേജ് വിട്ടിട്ട് എഴുതിപ്പോയി, കുഴപ്പമുണ്ടോന്നോ? ഒരു കുഴപ്പമില്ല. സാധാരണഗതിയിൽ ടീച്ചേഴ്സ് എല്ലാ പേപ്പറും നോക്കി ഓരോ പേജുകളും നോക്കി പെൻസിൽ വെച്ചാണ് നോക്കുന്നത്. നോക്കിയതിന് ശേഷം അവർ ഏറ്റവും അവസാനത്തെ പേജിന്റെ പുറകിലാണ് മാർക്ക് കൂട്ടിയിടേണ്ടത് ആദ്യം. അതിന് ശേഷമാണ് ഫ്രണ്ട് പേജിൽ പിന്നെയും ടാബുലേറ്റ് ചെയ്യുന്നത്. അപ്പം അത് ഒരു പ്രശ്നമല്ല. ആൻസർ തെറ്റി സ്റ്റെപ്പ് ശരിയാണ്.
മാർക്ക് കിട്ടുമെന്ന്. മാർക്ക് കിട്ടും. കാരണം ഓരോ സ്റ്റെപ്പിന് ഇന്ന ഇന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇത്ര ഇത്ര മാർക്ക് കൊടുക്കാൻ നിർദ്ദേശം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അധ്യാപകർ അതിൻ്റെ മാർക്ക് തരും. NCC 30 മാർക്കല്ലേ എന്നൊരു ചോദ്യമുണ്ട്. NCCക്ക് 30 മാർക്കല്ല. അത് പ്രത്യേക NCC സാധാരണ പരേഡിൽ പങ്കെടുത്ത് 75% അറ്റൻഡൻസ് ഉണ്ട്, 20 മാത്രമേ കിട്ടുള്ളൂ. അത് റിപ്പബ്ലിക് ദിന പരേഡിലും മറ്റേതിലൊക്കെ പങ്കെടുത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമ്പോഴാണ് 30-40ലേക്കൊക്കെ പോകുന്നത്. SPCക്ക് ഗ്രേസ് മാർക്ക് 20 കുറവല്ലേ, ഭയങ്കര കഷ്ടപ്പാടാണെന്ന് കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഈ കഷ്ടപ്പാട് എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ട്, SPCക്ക് മാത്രമല്ല. ഇപ്പൊ SPCക്കാർ വിചാരിക്കും ഞങ്ങളാ ഏറ്റവും കഷ്ടപ്പെടുന്നത്. അല്ല, എല്ലാ വിഭാഗങ്ങൾക്കും അതിൻ്റെതായ കഷ്ടപ്പാട് ഉണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡിൽ രാജ്യ പുരസ്കാർ കിട്ടി, ഗ്രേസ് മാർക്ക് എത്ര? രാജ്യ പുരസ്കാർ കിട്ടിക്കഴിഞ്ഞാൽ ഈ 18 അല്ല 20 മാർക്കാണ് ഗ്രേസ് മാർക്ക്. അല്ലാതെ സാധാരണ ഗൈഡ്സിനൊക്കെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് 18 മാർക്കും. 8 വിഷയം A+, 2 വിഷയം B. എങ്ങനെ? 8 വിഷയം A+ഉം 2 വിഷയം Bയും ആണെങ്കിൽ ആ 2 വിഷയങ്ങൾക്ക് കുറവുള്ളതിന് ആദ്യം കൊടുക്കും, ബാക്കി വരുന്ന അടുത്ത് ചേഞ്ച് ആവുമെങ്കിൽ അടുത്തതിനും കൊടുക്കും, അങ്ങനെയാണുള്ളത്. ലിറ്റിൽ കൈറ്റ് നാടകം സ്റ്റേറ്റ് ആണ്, നാടകം സ്റ്റേറ്റ് ആണ്. ലിറ്റിൽ കൈറ്റും ഉണ്ട്. ഏത് പരിഗണിക്കും? അതായത് ഏറ്റവും കൂടുതൽ ഗ്രേസ് മാർക്ക് ഉള്ളതായിരിക്കും, അത് നാടകത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ഗ്രേസ് മാർക്ക് A+ വരുന്നത്. ഇത് ഒരു കുട്ടിയോ രക്ഷിതാവാണെന്ന് അറിയില്ല, ഇത് എന്നെങ്ങാനും പറഞ്ഞു കഴിയുമെന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഇപ്പോൾ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് താല്പര്യമുള്ളവർ അത് കാണുക, അല്ലാത്തവർ കാണുകയില്ല. രണ്ടാമത്, നിങ്ങൾക്ക് സ്ലോ ആയിട്ട് തോന്നിയാൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാനുള്ള മാർഗമുണ്ട്. അപ്പം നമ്മൾ അത് ഉപയോഗിച്ച് ചെയ്യുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു അധ്യാപകൻ പറഞ്ഞു തരും പോലെ ഇത് പറയുക. അപ്പോൾ വളരെ സ്ലോ ആയിട്ട് മനസ്സിലാക്കുന്ന കുട്ടിക്കും കേട്ടാൽ ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ സ്ലോ ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് ഇന്നെങ്ങാനും പറഞ്ഞു തീരുമോ എന്നുള്ള ചോദ്യത്തിനൊന്നും ഒരു അർത്ഥമില്ല, അതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. 80-ൽ 5 കിട്ടി, 80-ൽ 5 മാർക്ക് എഴുതി. ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ട് പാസ്സാക്കുമോ എന്നാണ് ചോദ്യം. ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലുള്ള ഗ്രേഡ് ആണെങ്കിൽ 5 മാർക്ക് കൂടി കൊടുത്താലേ ആ കുട്ടി പാസ്സായി. 5 എഴുത്ത് പരീക്ഷ കിട്ടി, ഗ്രേസ് മാർക്കിൽ നിന്ന് 5, ബാക്കിയുള്ള വിഷയങ്ങളുടെ മാർക്ക് കൂടി നോക്കിയാലേ അതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം, 3 വിഷയത്തിന് മാത്രമേ കുറവുള്ളൂ എങ്കിൽ അത് 3നും ഗ്രേസ് മാർക്ക് കൊടുക്കുമെന്ന്. കൊടുക്കാം, കിട്ടാം, കിട്ടാതിരിക്കാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. 3 വിഷയത്തിനും കിട്ടാനാണ് കൂടുതൽ സാധ്യത. സ്റ്റേറ്റ് ശാസ്ത്രമേളയ്ക്ക് A ഗ്രേഡ് കിട്ടി, ഗ്രേസ് മാർക്ക് കിട്ടുമോ? ഒരു സംശയമില്ല, ഗ്രേസ് മാർക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു പറ്റി. അപ്പോൾ അത് മിക്കവാറും ഉത്തരം കറക്റ്റ് ആണെങ്കിൽ ടീച്ചേഴ്സ് അത് നോക്കിയിട്ടാണ് ചെയ്യുക. ടീച്ചേഴ്സ് തന്നെ ആ ക്വസ്റ്റിന് നമ്പർ ഇട്ട് കൊടുത്തിട്ട് മാർക്ക് ഇട്ട് തരികയാണ് സാധാരണ ചെയ്യാറ്. ഗ്രേസ് മാർക്ക് കിട്ടിയോ എന്നറിയാൻ എന്ത് ചെയ്യും? ഈ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ വാചകം ഉണ്ടാവും, ഗ്രേസ് മാർക്ക് അവാർഡഡ്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വാചകം സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. യഥാർത്ഥ മാർക്ക് അറിയാൻ വീണ്ടും അതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥ മാർക്ക് അറിയാൻ ഒരു മാർഗ്ഗമില്ല, ഫോട്ടോസ്റ്റാറ്റ് തന്നെ എടുക്കണം. 10-ൽ 9ാം ക്ലാസ്സോട് കൂടി ഒരു കുട്ടി രാജ്യപുരസ്കാര പരീക്ഷയൊക്കെ പാസ്സായി. 10ാം ക്ലാസ്സിൽ കുട്ടി ഗൈഡ്സിലേ ഇല്ല. മിക്കവാറും കുട്ടികൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ 10-ൽ ആ കുട്ടിക്ക് വേണമെന്നില്ല. 9ാം ക്ലാസ്സിൽ രാജ്യപുരസ്കാർ കഴിയുന്നതോടുകൂടി കുട്ടി ഓക്കെ ആയി. ആ കുട്ടിക്ക് രാജ്യപുരസ്കാർ ആണെങ്കിൽ 20 മാർക്കും കിട്ടും. അല്ല, സാധാരണ സ്കൗട്ട് ആൻഡ് ഗൈഡ് മാത്രമാണെങ്കിൽ 18 മാർക്കും കിട്ടും. ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊക്കെ നമ്മൾ ഗൈഡ്സ് നിങ്ങൾ പറഞ്ഞ സംശയമാണ്. ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ. അതിൻ്റെ കൃത്യം ഊഹം വെച്ച് മാർക്ക് പറയുമ്പോൾ നമുക്ക് കൃത്യം മറുപടി പറയാനും പറ്റില്ല. നമ്മൾ കൃത്യം ഒരു മാർക്കാണ് പറയുന്നെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസിൽ, എൻ്റെ വീഡിയോസിലൊക്കെ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും അത്രമേൽ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാലും ഞാൻ മറുപടി പറഞ്ഞു തരും. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇലക്ഷനൊക്കെ വന്നതുകൊണ്ട് വാല്യുവേഷൻ നീളും. വാല്യുവേഷൻ ഇപ്പോൾ 7-ാം തീയതി തുടങ്ങേണ്ട, 6-ാം തീയതി തുടങ്ങേണ്ട വാല്യുവേഷൻ 16-ന് ഇനി തുടങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെയ് 8-നായിരുന്നു റിസൾട്ട് പറഞ്ഞത്. റിസൾട്ടും ഏകദേശം ഒരു 10 ദിവസമെങ്കിലും മുമ്പോട്ട് പോകും. ഒരു മെയ് 18, 15, 17, 18, 20 ആകുമ്പോഴേക്ക് റിസൾട്ടും വരുള്ളൂ.
ഇപ്പൊ യഥാർത്ഥ മാർക്ക് അറിയണമെങ്കിൽ വീണ്ടും ആ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. കുട്ടികൾ എന്ത് ചെയ്യുക? 100 രൂപ മുടക്കിയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്തോളുക. അപ്പോൾ IT ഒഴികെയുള്ള എല്ലാ വിഷയങ്ങൾക്കും നമ്മൾക്ക് ഫോട്ടോസ്റ്റാറ്റ് കിട്ടും. IT പ്രാക്ടിക്കൽ ആണല്ലോ, ഫോട്ടോസ്റ്റാറ്റ് അല്ലല്ലോ. അപ്പോൾ IT റീവാലുവേഷനും ഇല്ല. അപ്പോൾ ആ ഫോട്ടോസ്റ്റാറ്റ് എടുപ്പിച്ചാൽ 9 വിഷയത്തിൻ്റെ എടുക്കണമെങ്കിൽ 900 രൂപ കൊടുക്കണം. ആ 900 രൂപ മുടക്കി എടുത്താൽ നമുക്ക് നമ്മുടെ യഥാർത്ഥ മാർക്ക്, നമ്മൾ ഉത്തരങ്ങൾ എങ്ങനെ എഴുതിയിരിക്കുന്നു, കുട്ടികളൊക്കെ പല വിധത്തിലും നമ്മൾ വീട്ടിൽ വന്ന് പറയുന്ന പല കാര്യങ്ങളാണ്. നന്നായി അടിച്ചിട്ടുണ്ടെന്ന് പറയും. എത്ര കിട്ടും? ഏകദേശം ഫുള്ള് കിട്ടും. ഒന്നോ രണ്ടോ അല്ലെ കൈയക്ഷരത്തിന് എന്തെങ്കിലും കുറഞ്ഞാലേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ രക്ഷിതാക്കൾക്ക് ഇത് വിശ്വസിച്ച് രക്ഷിതാകരിക്കുക. വന്നപ്പോൾ എന്താ, കുട്ടിക്ക് വന്നപ്പോൾ നോക്കുമ്പോൾ B ഗ്രേഡേ ഉള്ളൂ. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മളെങ്ങനെ എഴുതി, എന്താ സംഭവിച്ചെന്നൊക്കെ വേണമെങ്കിൽ അറിയാൻ ഫോട്ടോസ്റ്റാറ്റും എടുക്കാം, ഒപ്പം റീവാലുവേഷനും കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പറയാനുള്ള കാര്യം എന്താ, എല്ലാവരും മാർക്ക് ലിസ്റ്റ് വാങ്ങണം. നമുക്ക് പല കോഴ്സുകളും ഫ്യൂച്ചറിൽ പല കോഴ്സുകളും പല മത്സര പരീക്ഷകളിലും ഒക്കെ പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക് എഴുതണമെങ്കിൽ, ശതമാനം കാണിക്കണമെങ്കിൽ കൃത്യം പറയണം. SLCയുടെ ഗ്രേഡിംഗ് സിസ്റ്റം വെച്ചിട്ട് ഒരു ശതമാനം നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഒരു ഊഹം വെച്ച് കണക്കല്ല, അങ്ങനെ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സൗകര്യം വന്നിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്ന് 3 മാസത്തിന് ശേഷം നിങ്ങൾ മാർക്ക് ലിസ്റ്റിന് അപേക്ഷിച്ച മാർക്ക് ലിസ്റ്റ് കിട്ടും. 500 രൂപയാണ് ഫീസ്. പരീക്ഷാ സെക്രട്ടറി ഒപ്പിട്ട കറക്റ്റ് എല്ലാ വിഷയങ്ങളുടെയും കൃത്യമായ മാർക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേസ് മാർക്ക് അടക്കമുള്ളതാണ് കിട്ടുക കേട്ടോ. അത് കിട്ടും. അത് നിങ്ങൾ എല്ലാവരും വാങ്ങണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു 500 രൂപയുടെ ഒരു ചിലവ് നമ്മളെ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് ഞാൻ ഒരു വീഡിയോ ഇടാം. ഇനി ഒരു കുട്ടി 20 മാർക്ക് NCC ഉള്ള കുട്ടിയാണ്. 20 മാർക്കുണ്ട് NCCക്ക്. കുട്ടിക്ക് ആകെ 2 മാർക്കേ വേണ്ടി വന്നുള്ളൂ A ഗ്രേഡ് കിട്ടാൻ. എങ്കിൽ എന്ത് സംഭവിക്കാം? ആ 2 മാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ബാക്കി എല്ലാ വിഷയങ്ങൾക്കും A ഗ്രേഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ ബാക്കി 18 മാർക്ക് വെറുതെ ഇട്ട് കൊടുക്കില്ല. A+ ആകാൻ വേണ്ടി വരെ മാത്രമേ അല്ലെ വേറെ ഒരു ഗ്രേഡ് ആകാൻ വേണ്ടി മാർക്ക് കൊടുക്കുള്ളൂ. A+ കിട്ടിയ ഒരു കുട്ടിക്ക് പിന്നീട് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിലെ സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രേഡിംഗ് സിസ്റ്റമാണ്. ഇത് A+ ആണ് ഏറ്റവും ടോപ്പ് ഗ്രേഡ്. അത് 90 മാർക്ക് കിട്ടിയാലും A+ ആണ്, 100 മാർക്ക് കിട്ടിയാലും A+ ആണ്. ആ റേഞ്ചിൽ എത്ര മാർക്കായാലും A+ ആണ്. അതുകൊണ്ടാണ് നമ്മൾ A+ കിട്ടിയ കുട്ടിക്ക് പിന്നീട് ഗ്രേസ് മാർക്ക് കൊടുക്കാത്തത്. അപ്പോൾ ഇത്രയുമാണ് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി. ഞാൻ SSLC പരീക്ഷയുടെ പുറകെ തന്നെ ഉണ്ട്. കൃത്യമായി നിങ്ങൾക്ക് ഓരോ സമയത്തും ഇപ്പോൾ വാല്യുവേഷൻ തുടങ്ങിയാൽ, വാല്യുവേഷൻ കഴിഞ്ഞാൽ റീവാല്യുവേഷൻ എങ്ങനെയാണ്, എല്ലാ വീഡിയോസും ഇടും, സാധാരണ ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും, നമുക്ക് ലഭിക്കും. അതുകൊണ്ട് കുട്ടികളൊക്കെ പ്രതീക്ഷയോടെ ഇരിക്കുക. ആരും നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കെല്ലാം നല്ല വിജയം ഉണ്ടാകട്ടെ. ഇനി പരീക്ഷ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. പിന്നെ വെറുതെ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല. അത് അടിക്കണ്ട, വരുന്നത് വരട്ടെ. എല്ലാം നല്ലതായിരിക്കുമെന്ന് മാത്രം പ്രതീക്ഷിക്കുക. ഓക്കെ, കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.